നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതനാണ് നടൻ ബാല. ബാലയുടെ 4ാം വിവാഹം വളരെയേറെ ചർച്ചയായിരുന്നു. ഗോകുലയെ വിവാഹം കഴിക്കുമ്പോൾ മാമന്റെ മകളാണെന്നാണ് ബാല വെളിപ്പെടുത്തിയത്. എന്നാൽ ഗോകുലയുമായുള്ള രക്തബന്ധം ഏതു തരത്തിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ നടന് തയ്യാറായില്ല. ഇതോടെ പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല. വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു. വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത്. ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു. ബാല ഗോകുല വിവാഹം കഴിഞ്ഞിട്ട് നാളുകളേറെയായി. ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമാണ് ആരാധകർ അറിഞ്ഞതും. എന്നാൽ അതിനു മുൻപേ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ തങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അടുത്തിടെ ബാല പറഞ്ഞത്. ബാലയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഗോകുലയാണ് എന്ന് നടൻ ആവർത്തിച്ച് പറയുന്നു. തങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇത് അഗാധമായ പ്രണയമെന്നും ബാലയും ഗോകുലയും കൂട്ടിച്ചേർത്തു. രണ്ടുപേരും പുതു തുടക്കത്തിനായി തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മുൻപ് ബാല തന്നെ പങ്കുവച്ച വീഡിയോയിലെ വിശേഷങ്ങൾ വായിക്കാം. ഏപ്രിൽ 1-ാം തീയതി മുതൽ 10 വരെ അമൃതയിലായിരുന്നു. എത്ര വിഷമം വന്നാലും മാമ പറയില്ല, എനിക്കെല്ലാം അറിയാം, വിവാഹം ചെയ്യാം, ഇനി ഒരുമിച്ച് ജീവിക്കാം എന്ന് താൻ ഒരിക്കലും ഗോകുലയോട് പറഞ്ഞിട്ടേയില്ല എന്നാണ് ബാല പറഞ്ഞത്. ഞാനൊരു ദിവസം കറുകപ്പള്ളിയിൽ പോയി അവിടെ നിന്നും ഒരു താലി വാങ്ങി, ചെറിയൊരു ചെയിനും കമ്മലും വാങ്ങി. നേരെ വീട്ടിൽ വന്നു, വീട്ടിൽ വെച്ചിട്ടു. സാക്ഷിയായത് എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. എൻ്റെ മനസ്സിൽ അതായിരുന്നു വിവാഹം. ക്ഷേത്രത്തിൽ നടന്നത് ജാതകം നോക്കി, ശാസ്ത്രം നോക്കി ചെയ്തതാണ്. അന്ന് താലി കെട്ടി ഭാര്യയാക്കിയതാണ്. ഞാൻ താലി വാങ്ങുന്നു എന്നോ വിവാഹം കഴിക്കാൻ പോകുന്നോ എന്നോ ഗോകുലയോട് പറഞ്ഞില്ല. ആ സംഭവം കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോഴാണ് ക്ഷേത്രത്തിൽ വെച്ചും വിവാഹം നടന്നത്. എന്നാൽ അതിനൊക്കെ മുൻപേ ഗോകുല തന്നെ ഭർത്താവായി അംഗീകരിച്ചു എന്നാണ് ബാല പറയുന്നത്. അതേസമയം ഗോകുല ബാലയ്ക്കൊപ്പം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞിരുന്നു. ആ വാക്കുകൾ ശരി തന്നെയെന്ന് കാണിക്കുന്നതാണ് ബാലയുടെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോയും. ബാലയുടെ 4ാം വിവാഹമാണ് ഗോകുലയുമായി. അതിൽ 2 വിവാഹങ്ങൾ മാത്രമാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത്. ഗോകുലയുമായുള്ള വിവാഹവും രജിസ്റ്റർ ചെയ്തു. പിന്നാലെ പാലാരിവട്ടത്ത് വീട് വിട്ട് ഇപ്പോൾ വൈക്കംകാരനായി. ജന്മം കൊണ്ട് തമിഴനാണെങ്കിലും മലയാള നാട്ടിലാണ് അദ്ദേഹം. വൈക്കത്ത് കായലരികത്താണ് ഇവരുടെ വീട്. നിറയെ പള്ളികളും അമ്പലവും ഉള്ളതുകൊണ്ട് തന്നെ ആ വൈബ് ശരിക്കും കിട്ടാൻ ആകുന്നുണ്ടെന്നും ഇരുവരും പറയുന്നു. അതേസമയം നേരത്തെ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ 1-2 വട്ടം ഈ ലേഡിയെ കണ്ടിട്ടുണ്ട്. ഗോകുല എന്നാണ് പേരെന്ന് മനസ്സിലായിരുന്നു. ഇതിനു മുൻപും ഈ ഗോകുല എന്ന പേര് കുക്ക് പങ്കുവച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഗോകുല അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആണെന്നാണ് എന്നോട് ബാല പറഞ്ഞത്. അദ്ദേഹം ഇനിയും മറ്റൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ചാടിക്കയറി ഇറങ്ങി തിരിക്കാതിരുന്നാൽ നല്ലത്, അല്ലെങ്കിൽ വിഷയം കൂടുതൽ വഷളമാകും, സീക്രട്ട് ഏജന്റ് പറഞ്ഞു. വിവാഹമെല്ലാം ഉറപ്പിച്ച ശേഷമായിരുന്നു ആ അഭിമുഖം പോലും അദ്ദേഹം പുറത്തുവിട്ടത്. സെറ്റാക്കി വെച്ച നാടകം തന്നെയാണ്, എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും സായി കൃഷ്ണ നേരത്തെ തുറന്നടിച്ചിരുന്നു. ഗോകുലയുടെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ആഗ്രഹം നടന്നല്ലോ, നന്നായി പോകട്ടെ. ബാക്കിയുള്ളവരെ ജീവിതത്തിലെ സന്തോഷം കളയാനുള്ള പണികൾ ഇനി ചെയ്യരുതെന്ന് മാത്രമാണ് എനിക്ക് പുള്ളിയോട് പറയാനുള്ളത്. ആണുങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജ് പുള്ളി പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. ആളുകളിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിക്കണം, ഇമോഷണൽ കാര്യങ്ങൾ പൊതിഞ്ഞെത്തിക്കാൻ ഇദ്ദേഹം കില്ലാടിയാണ്, സീക്രട്ട് ഏജന്റ് വ്യക്തമാക്കിയിരുന്നു.